السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ഇന്നലെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെ കുറച്ചുകൂടി ബാക്കിയുണ്ട്. വബിൽ ജുംലത്തി, ആകത്തുക പറഞ്ഞാൽ ഫലം യസൽ സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിക്കൊണ്ടേയിരുന്നു ബിക റഊഫൻ റഹീമൻ വദൂദൻ കരീമൻ, അങ്ങേ അറ്റത്തെ ഔദാര്യം ചെയ്യുന്നവനും അങ്ങേ അറ്റത്തെ വാത്സല്യവും കാരുണ്യവും സ്നേഹവും ചെയ്യുന്നവനായിരുന്നു. ഫീ കുല്ലി ലഹള, ഓരോ സെക്കൻഡിലും അല്ലാഹു തആല അവന്റെ റഹ്മത്ത് റഫത്ത് ഒത്ത് കറമ കൊണ്ടിട്ട് നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. നഫ്സിക്ക, നിന്റെ സ്വന്തം നഫ്സിനെ തൊട്ട് പോലും നീ ശ്രദ്ധിക്കാത്ത സമയത്തും നിന്റെ കാര്യത്തിൽ അല്ലാഹു തആല അങ്ങേ അറ്റം കാരുണ്യവും സ്നേഹവും വാത്സല്യവും ഔദാര്യവും പ്രകടിപ്പിച്ചവനാണ്. ഇനി നോക്ക്, വൻദുർ ഇലാ ഖുറൂജിൻ നഫസി, ശ്വാസോച്ഛ്വാസങ്ങള് വരവ് പോക്ക്, ഇലാ ഖുറൂജിൻ നഫസി വദുഖൂലിഹി, ശ്വാസോച്ഛ്വാസങ്ങൾ വരുന്നു പോകുന്നു. എങ്ങനത്തെ ശ്വാസത്തിന്റെ പോക്ക് വരവാണ്? അല്ലദീ ബിഹി ഖിവാമുർ റൂഹ്, അതുകൊണ്ടാണ് നിന്റെ ജീവന്റെ നിലനിൽപ്പ്. ഓക്സിജൻ തീരെ കിട്ടാതെ ഒരു മണിക്കൂർ സമയം നീ ജീവിച്ച് എന്ന് പറഞ്ഞാൽ അത് നിന്റെ അവസാനമായിരിക്കും. എന്നാ ഇതിന് ഫീസ് അടക്കണ്ടോ? 24 മണിക്കൂറും ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടും ഉച്ഛ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാലത്തൽ ലഖ്ലത്തി വന്നൗമി, അത് ഉറക്ക് സമയമെന്നോ ഉണർച്ച സമയമെന്നോ വ്യത്യാസമില്ല. വസ്സിഹത്തി വൽ മർളി, ആരോഗ്യാവസ്ഥയിലെന്നോ അനാരോഗ്യാവസ്ഥയിലെന്നോ വ്യത്യാസമില്ല. എപ്പോഴും ജീവൻ നിലനിൽക്കുന്ന സമയത്തൊക്കെ പ്രാണവായു അകത്തേക്ക് വലിച്ചു കയറ്റി എന്നിട്ട് ഉച്ഛ്വസിച്ച് കളയുന്നു. ഇത് ഈ ഓക്സിജൻ ഒരു സിലിണ്ടറിലാക്കി ഒരു മാസം നിനക്ക് വേണ്ട ഓക്സിജന് എത്ര ലക്ഷം ഉറുപ്പ്യ ചെലവാക്കണം. ജനിച്ച അന്ന് മുതൽ മരണം വരെ ഇതിന് അനുസൂതം അനവരതം തുടർന്നുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ കാര്യം. അതിന്റെ പുറമോമിൻ അക്ബരി ഇബ്റ, ഏറ്റവും വലിയ ചിന്തിച്ച് ഉൾക്കൊള്ളേണ്ട പാഠമാണ് അൽ അഖൽ, മറ്റ് ജീവികൾക്ക് കൊടുക്കാത്ത ഖൈറും ഷർറും, നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി എന്ന്. അവനവന് ജീവിക്കാൻ വേണ്ട ഭൗതികമായ ഒരു സാധാരണ ബുദ്ധിയല്ല ജീവിക്കുണ്ടാവും, അതല്ല പറയുന്നത്. അഖൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തിന്മയിൽ നിന്നിട്ട് നിയന്ത്രിക്കുന്നതും നന്മയിലേക്ക് നയിക്കുന്നതുമായ ഒരു ഇലാഹിയായിരിക്കുന്ന പ്രചോദക ശക്തിയാണത്. അത് അത്ഭുതല്ലേ. അല്ലതി, എങ്ങനത്തെ അഖല്? ബിഹി, അതുകൊണ്ടാണല്ലോ തമ്മീസ്, നല്ലതും ചീത്തയും വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയുന്നത്. തദ്ബീർ, കാര്യങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. വഇദ്റാകുൽ ഉലൂമി വൽ മആരിഫി, അറിവ് ജ്ഞാനങ്ങൾ എത്തിക്കുന്നത് അഖല് കൊണ്ടാണ്. ഉപകാരപ്രദമായതേതെന്നും ഉപദ്രവകരമായതേതെന്നും മനസ്സിലാക്കുന്നതും ഈ അഖല് കൊണ്ടാണ്. ഇങ്ങനെ പോയാൽ അള്ളാഹ് എന്നെ പറഞ്ഞിട്ടത് അള്ളാഹുവിന്റെ ഒരു നിഅമത്തിനെ നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ ലാ തുഹ്സുഹാ, അതിനെ ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. നിഅമത്തുകളൊക്കെ പാടേന്നല്ല, ഒറ്റ നിഅമത്ത് എന്നാ പറഞ്ഞേ, നിഅമത്തുല്ലാഹ്. ഉദാഹരണം, ഒരു കണ്ണ് എന്ന് പറയുന്ന ഒരൊറ്റ നിഅമത്ത് എണ്ണി നോക്കി, എത്ര ചിന്തിച്ചാലും അവസാനിക്കാതെ അങ്ങനെ ഒന്നിനെ തുടർന്ന് ഈ കാഴ്ച എന്ന് പറയുന്ന ഒറ്റ ഒരു നിഅമത്ത്, കേൾവി എന്ന് പറയുന്ന ഒരു നിഅമത്ത്, സംസാരശേഷി എന്ന് പറയുന്ന ഒരു നിഅമത്ത്, അതിന്റെ വിശദാംശത്തിലേക്ക് കടന്നാൽ തന്നെ നമുക്കൊരു പിടുത്തം കിട്ടൂല, ആകെയുള്ള കഴിയൂല എന്ന് മാത്രമല്ല. പിന്നെ മറ്റൊരു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അള്ളാഹു അങ്ങേയറ്റത്തെ ഖൈറും ബർക്കത്തും ഉടയവനാണ്. അഹ്സനുൽ ഖാലിഖീൻ, എത്ര ഭംഗിയായി എത്ര നന്നായി നിലക്കാണ് അവൻ സൃഷ്ടിച്ചത്. അവന്റെ ഓരോ അവയവങ്ങളെയും എത്ര കൃത്യമായി, എത്ര വ്യക്തമായി, എത്ര സുന്ദരമായി, എത്ര യുക്തിഭദ്രമായാണ് ഓരോന്നിനെയും സ്ഥാപിച്ചത്. അള്ളാഹുവിന്റെ സൃഷ്ടി സംവിധാനത്തിന്റെ സൗന്ദര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അറ്റമില്ല. ചുരുക്കത്തിൽ ഫയാലൈത ശായരി, എനിക്കറിഞ്ഞൂടെ, അഹാദ, ഇങ്ങനെയുള്ളൊരു യജമാനനായ റബ്ബ്, യംബഗി അൻ യുഅസ, ആ റബ്ബിന് വിപരീതം ചെയ്യാൻ പറ്റുമോ?
ഫീമാ അമറ വനഹ. ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞതിൽ വിപരീതം ചെയ്യാൻ പറ്റുമോ? ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ വിപരീതം ചെയ്യാൻ പറ്റുമോ? കാരണം അവനിൽ നിന്ന് കണ്ടതും കിട്ടിയതും അനുഭവിച്ചതും എല്ലാം ഹൈർ, ഓരോന്നും എണ്ണിയാൽ ഒടുങ്ങാത്ത ഹൈർ. അങ്ങനെ നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിച്ച് നമ്മെ വാത്സല്യത്തോടു കൂടി നമ്മുടെ കാരുണ്യത്തോടു കൂടി നമ്മോടുള്ള ഔദാര്യത്തോടു കൂടി എപ്പോഴും നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി ചെയ്യുന്ന റബ്ബ് ഇന്നത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ, ഇന്നത് ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ അതിന് വിപരീതം ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോ ശരീരത്തിന് ഇവിടെ എത്തിയിട്ടില്ല. സുമ്മ ഇതാ നളർത്ത ഇരസമാ, ഇനി മേപ്പോട്ട് ഉപരിലോകത്തേക്കൊന്ന് നോക്കിയാൽ, അതായത് കവാകിബിഹാ, അതിലുള്ള വിവിധങ്ങളായ നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രാദികൾ, ആകാശലോകത്ത് തിളങ്ങി നിൽക്കുന്ന പ്രകാശ ഓളങ്ങൾ, വസ്സഹാബി, എന്നിട്ട് അതിന്റെ താഴെയുള്ള കാർമേഘക്കൂട്ടങ്ങൾ, വതസ്ഖീരിഹ, അതിനെ കീഴ്പ്പെടുത്തി ഓരോ പ്രദേശത്തേക്ക് ആവശ്യാനുസരണം എത്തിക്കുന്നത്, വരിയാഹി, കാറ്റുകൾ, തസ്രീഫിഹ, ചിലപ്പോൾ കേൾക്കുന്ന പടിഞ്ഞാട്ട്, ചിലപ്പോൾ പടിഞ്ഞാറ് കേക്കോട്ട്, ചിലപ്പോൾ തെക്കുന്ന് വടക്കോട്ട്, ചിലപ്പോൾ വടക്കുന്ന് തെക്കോട്ട്, ഇങ്ങനെ വിവിധങ്ങളായ ചൂട് കാറ്റ്, തണുപ്പ് കാറ്റ്. ഇങ്ങനെ ചിന്തിച്ചാൽ വൈലൽ അർളി, എനിക്ക് കീപ്പോട്ട് നോക്ക്, വൻഹാരിഹ, ധാരാളം ചെറുതും വലുതുമായ നദികള്, ജലാശയങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വൈലൽ അസ്ജാരി വഅസ്മാരിഹ, മരങ്ങളിലേക്കും അതിന്റെ പഴവർഗ്ഗങ്ങളിലേക്കും ചിന്തിച്ച് ഇങ്ങനെ ചുറ്റുഭാഗത്തും മേൽപോട്ടും കീപ്പോട്ടും സ്വന്തം നഫ്സിലേക്കും ചിന്തിക്കുമ്പോൾ ഓരോ പരമാണുവിലും ലഅഫ്ലാബിക, ഈ ചിന്ത നിന്നെ കൊണ്ടുപോയെത്തിക്കും ഇലൽ അജബിൽ ഉജാബ്, മഹാത്ഭുതത്തിലെ. വഅലിംത, അപ്പൊ നിനക്ക് ശരിക്കും ബോധ്യപ്പെടും, അന്നഹു, ഈ റബ്ബ് തആല, അൽ മുഹ്സിനുൽ വഹാബ്, കണക്കില്ലാതെ ദാനം ചെയ്യുന്ന വലിയ മുഹ്സിനാണ്, ഗുണം ചെയ്യുന്നവൻ എന്ന് തൊള്ളയോണ്ട് പറയാ. ചിന്തിച്ചാൽ നിനക്ക് ബോധ്യം വരും. എന്നിട്ട് നിർത്തുകയാണ്. അല്ലാഹുമ്മ വഫ്ഫിഖ്നാ ലിമാ ഫീഹി റിളാക, നിനക്ക് പൊരുത്തമുള്ള വാക്കിലേക്കും പ്രവൃത്തിയിലേക്കും വിശ്വാസത്തിലേക്കും വിചാരത്തിലേക്കും ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്നനുഗ്രഹിക്കണമേ. വഖ്തഅന, ഞങ്ങളെ ബന്ധം നീ വിച്ഛേദിച്ച് കളയണമേ. അൻ കുല്ലി ഷൈഇൻ സിവാക, നീയല്ലാത്ത മറ്റെല്ലാത്തിൽ നിന്നും പ്രതീക്ഷയും ആഗ്രഹവും ഉദ്ദേശവും എല്ലാം നിന്നിൽ മാത്രം. മറ്റുള്ളതിൽ നിന്നിട്ട് ഞങ്ങളെ നീ മുറിച്ചു കളയണം. വംല ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നിറച്ചു തരയണമേ. മിൻ ഹുബ്ബിക, യജമാനാവുന്ന നിന്നോടുള്ള മഹബത്ത് കൊണ്ട് ഞങ്ങളെ കൽബിനെ നീ നിറച്ചു തരണേ. നിന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന വഹുബ്ബി റസൂലിക, നിന്റെ മുർസലീങ്ങള്, കാരണം അവരാണ് നിന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നിന്നോടും നിന്റെ മുർസലീങ്ങളോടുള്ള ഹുബ്ബ് കൊണ്ട് ഞങ്ങളെ കൽബിനെ നീ നിറച്ചു തരണമേ. വാദിഖ്നാ, ഞങ്ങൾക്ക് നീ ആസ്വദിപ്പിക്കണമേ. ലദ്ദത്തൽ വസ്ലി മിൻ ഫൈളി ഫദ്ലിക, നിന്റെ ഫദ്ലാവുന്ന കോരിച്ചൊരിയുന്നതിലേക്ക് നിന്നോടുള്ള വസ്ല്, നിന്റെ ലസ്സത്ത് ഞങ്ങൾക്ക് നീ ആസ്വദിപ്പിക്കണമേ. വഖുദ് ബിഐദീന, ഞങ്ങളെ കരങ്ങളെ നീ പിടിക്കണമേ. ഇൻ സലൽന, ഞങ്ങൾക്ക് അബദ്ധം സംഭവിക്കുമ്പോൾ, മനുഷ്യനാണ്, മാനുഷികമായ അബദ്ധങ്ങൾ വന്നുപോകും. ആ സമയത്ത് ഞങ്ങളെ നീ കൈവിടരുത് റബ്ബേ, ഞങ്ങളെ നീ കൈപിടിച്ച് രക്ഷിക്കണേ. വസാമിഹ്ന, ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണേ തമ്പുരാനെ. നഖ്തന, ഞങ്ങൾ പഴച്ച് വല്ലതും തെറ്റ് സംഭവിച്ചാൽ അതിന്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കാതെ നീ ഞങ്ങൾക്ക് മുസാമഹത്ത് ചെയ്ത് വിട്ടുവീഴ്ച ചെയ്തു തരണേ. ഇന്നക അൻതൽ ജവാദ്, നീയാണ് പ്രത്യുപകാരം ആഗ്രഹിക്കാതെ ദാനം ചെയ്യുന്ന ധർമ്മനിഷ്ഠൻ. അൽ കരീം, വലിയ ഔദാര്യവാൻ. അർ റഊഫ്, അങ്ങേയറ്റത്തെ വാത്സല്യനിധി. അർ റഹീം, അങ്ങേയറ്റത്തെ കരുണാനിധിയും നീയാണല്ലോ റബ്ബേ. സിഫത്തുകളെ മൂന്നായി തിരിക്കുക. നാലാമത്തെ പിന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോ 20 ഉണ്ടാവും ചെയ്യും. ഈ വുജൂദ് എന്ന ഈ സിഫത്താവുന്നത് തുസമ്മ, അതിന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സിഫത്തൻ നഫ്സിയത്തൻ, നഫ്സിയായ
ഫർളായ വാജിബായ സിഫത്തുകളിൽപ്പെട്ട ഒന്നാമത്തെ സിഫത്താവുന്ന വുജൂദ് എന്ന സിഫത്തിന് നഫ്സിയായ സിഫത്ത് എന്നാണ് അതിന് പേര് വെക്കപ്പെട്ടത്. ഇനി അതിന്റെ ശേഷം സുമതലിയ ഹംസത്തുൻ സൽബിയ പറയുന്നത് നഫ്സിയായ ഒരു സിഫത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന 5 സൽബിയായ സിഫത്തുകൾ അതിലേക്ക് പിന്നെ കടക്കാം. അസിഫ്തു നഫ്സിയ, എന്താണ് നഫ്സിയായ സിഫത്ത് എന്ന് പറയുന്നത്? മാന, എന്താണ് ഇതിന്റെ അർത്ഥം? വൽ ഖിലാഫു ഫിഹ, ഉലമാക്കൾക്കിടയിൽ അതിന്റെ അഭിപ്രായ എന്താണ് എന്നതിനെ പറ്റി ചുരുങ്ങിയൊരു വിവരണമാണ് പറയുന്നത്. വദീന ഐ ഹാദിഹി സിഫത്തു, ഈ സിഫത്ത്, ഈ സിഫത്ത് പറഞ്ഞാൽ ഐ സിഫത്തുൽ വുജൂദ്, വുജൂദ് എന്ന ഈ സിഫത്താവുന്നത് തുസമ്മ, ആ സിഫത്തിന് പറയപ്പെടും സിഫത്തുൻ നഫ്സിയ, സിഫത്തൻ നഫ്സിയ, നഫ്സിയായ സിഫത്ത് എന്ന് പറയപ്പെടും. നഫ്സി എന്ന് പറയുന്നത് നിസ്ബത്തുൻ ഇലൻ നഫ്സി, അള്ളാഹുവിന്റെ ദാത്തിലേക്ക്. അപ്പൊ ദാത്തിയായ സിഫത്ത് എന്ന് പറയും, അഥവാ നഫ്സിയായ സിഫത്ത്. നഫ്സ് ദാത്ത് എന്നൊക്കെ പറഞ്ഞ ഒരർത്ഥത്തിന് തന്നെ ആണോ. അൽ മുറാദു ബിദ്ദാത്തി ഹുനാ മുത്ലഖു ശൈ, ഒരു വസ്തു. വസിഫത്തുൻ നഫ്സിയ, എന്താണ് സിഫത്തു നഫ്സിയ എന്ന് പറഞ്ഞാൽ? അത് അല്ലത്തി, ഒരു സിഫത്താണ്. ലാ തുഅഖലു ദാത്തു, അള്ളാഹുവിന്റെ എന്ന് വെക്കേണ്ട ഒരു ദാത്തിനെ മനസ്സിലാക്കാൻ തഅഖുൽ ചെയ്യാൻ കഴിയില്ല ബിദൂനി ആ സിഫത്തില്ലാതെ. ഒരു വസ്തുവിന്റെ നഫ്സിയ സിഫത്ത് എന്ന് പറഞ്ഞാൽ ആ സിഫത്തിലൂടെ മാത്രമേ ആ നഫ്സിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. വഹിയ, എന്നാൽ ഈ നഫ്സിയ സിഫത്ത് എന്ന ഈ വുജൂദ് സിഫത്തുൻ സുബൂത്തിയത്തുൻ, സെൽബി അഞ്ഞു പറയുന്നത് ഇതങ്ങനെയല്ല, അത് സുബൂത്തിയായ സിഫത്താണ്. എന്നാൽ വുജൂദ് എന്നത് അള്ളാഹുവിന്റെ ദാത്തിന് സുബൂത്തായതാണ്, സ്ഥിരപ്പെട്ടതാണ്. അതായത് യദുല്ലുൽ വസ്ഫു ബിഹാ, ഈ നഫ്സിയായ സിഫത്തുകളെ കൊണ്ട് സിഫത്ത് ഉണ്ടാവുക എന്നത് അറിയിക്കും അലാ നഫ്സി ദാത്തി, അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്തിന്റെ മേൽ. അഥവാ ദൂനമാനൻ സായിദിനരിഹ, ഖുദ്റത്ത് ഇറാദത്ത് പോലത്തതൊക്കെ നഫ്സു ദാത്തല്ല, അത് ഒരു സിഫത്ത് കൊണ്ട് മുത്തസിഫായ ദാത്തിന്റെ മേൽ അറിയിക്കുന്നത്. ഇതല്ല, ഇത് നഫ്സു ദാത്തിന്റെ മേൽ അറിയിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് നഫ്സിയ എന്ന് പറഞ്ഞു. ദൂരമാനം സായിദിനലിയ ഉണ്ടോ, ഈ ദാത്തിനേക്കാൾ സായിദായ ഒരു മാനിയില്ല നഫ്സു ദാത്തിന്. അപ്പൊ ആ സിഫത്ത് വുജൂദ് എന്ന സിഫത്ത് മനസ്സിലായെങ്കിലേ അള്ളാഹുവിന്റെ ദാത്ത് മനസ്സിലാവുള്ളൂ. കാരണം വുജൂദില്ലെങ്കിൽ പിന്നെ ഒരു മൗജൂദല്ലേ. വുജൂദില്ലാത്ത പിന്നെ ഒരു വസ്തു തഅഖുൽ ചെയ്യാൻ മനസ്സിലാക്കാൻ കഴിയൂല. ഇനി വയുഖാലു, മറ്റൊരർത്ഥം, ഈ അർത്ഥം തന്നെ കണ്ടോ, വുജൂദ് വേറെ മൗജൂദ് വേറെ എന്ന് പറയുന്ന അതൊരു പ്രശ്നമുള്ളതല്ല. ശറഅൽ പറഞ്ഞു നമ്മളത്. അതായത് ഈ ഖാരിജിയായ വുജൂദ് കൊള്ള നോക്കുമ്പോൾ അത് മനസ്സിലാക്കുക. ഖാരിജിയായ വുജൂദ് കൊള്ള നോക്കുമ്പോൾ സിഫത്ത് വേറെ ദാത്ത് വേറെ, ഇങ്ങനെ രണ്ടില്ല. ഇത് വുജൂദ് എന്നൊന്ന് വേറെയും ദാത്ത് എന്നൊന്ന് വേറെയുമില്ല. ഖാരിജിയായ വുജൂദ് കൊള്ള നോക്കുമ്പോൾ അതനുസരിച്ച് ഈ വുജൂദ് തന്നെയാണ് മൗജൂദ്. അപ്പൊ മൗജൂദായ ദാത്ത് എന്തോ അത് തന്നെയാണ് വുജൂദ്. അല്ലാതെ വുജൂദ് എന്ന് പറഞ്ഞിട്ട് ഏറെ ഒരു സിഫത്ത് കാണൂല ഖാരിജിയായ വുജൂദിന്. പക്ഷെ ദിഹ്നിയായ ഒരു വുജൂദ് ഉണ്ടല്ലോ. ഏതൊരു വസ്തുവിനും 4 തരത്തിലുള്ള വുജൂദ് ഉണ്ടാവും. ഹത്തിയായ വുജൂദ്, ലിസാനിയായ വുജൂദ്, ഖാരിജിയായ വുജൂദ്, ദിഹ്നിയായ വുജൂദ്, അങ്ങനെ ഉണ്ടാവും. ഉദാഹരണം, നമ്മളൊരു തീയിനെ തസവറാക്കി കിട്ടിക്കോളൂ. തീ എന്നതിന് ഖാരിജിലൊരു വുജൂദ് ഉണ്ട്, അയിമ തൊട്ടാ പൊള്ളൂ. അതേസമയത്ത് കടലാസ് എടുത്തിട്ട് നമ്മൾ തീ എന്ന് എഴുതുക, അത് ഹത്യായ വുജൂദ്, അതുകൊണ്ട് തൊട്ടാ പൊള്ളൂല, കടലാസ് കരിയൂല. നാവുകൊണ്ട് പറയുന്നു തീ എന്ന്, അത് തൊട്ടാ പൊള്ളുവോ, നാവ് പൊള്ളുവോ, ഒന്നുമില്ല. നമ്മൾ മനസ്സിൽ തസവറാക്കുന്നു തീ എന്നതിന്, മനസ്സ് പൊള്ളുവോ, ഇല്ല. ഓരോ വുജൂദിനും അതിൻ്റെതായ ഖുസൂസിയത്തുള്ള 4 വുജൂദ് ഒരു വസ്തുവിനുണ്ട്. ഖാരിജിയായ അഥവാ നഫ്സുല്ലംരിയായ വുജൂദ്, അത് കൊള്ള നോക്കുമ്പോൾ വുജൂദ് എന്ന അള്ളാഹുവിന്റെ ഈ സിഫത്തും അള്ളാഹുവിന്റെ ദാത്തും രണ്ടല്ല, ഒറ്റ വുജൂദ് തന്നെ ഉള്ളൂ. അതേസമയത്ത് ദിഹ്നിൽ അങ്ങനെയല്ല. ദിഹ്നിൽ ദാത്തിനെ സ്വന്തം തസവറാക്ക, വുജൂദിനെ വേറെ തസവറാക്ക, എന്നിട്ട് ഒന്നിനെ മൗത്തും ഒന്നിനെ ഖബറും ആക്കുക. ദാത്തുൻ മൗജൂദുൻ എന്ന് പറയാലോ, മൗജൂദായ ദാത്ത്. അപ്പൊ വുജൂദ് വേറെ ദാത്ത് വേറെ. ഇവിടെ ദിഹ്നിയായ വുജൂദ്. അതേ ഖാരിജിയായ വുജൂദിനോ ഒറ്റ വുജൂദേ ഉള്ളൂ. അവിടെ വുജൂദും ദാത്തും രണ്ടില്ല. അപ്പോ
ഇമാം റാസി ഉൾപ്പെടെയുള്ള മുഹഖിഖീങ്ങളാവുന്ന വലിയൊരു വിഭാഗം പറയുന്നത് അള്ളാഹുവിന്റെ വുജൂദ് എന്ന സിഫത്ത് വേറെ, ദാത്ത് വേറെ. ഖാരിജിലല്ല പറയുന്നത്, ദീനിയ വുജൂദില. ദീനിയ വുജൂദില് ഒന്ന് സിഫത്തും ഒന്ന് മൗസൂഫായിട്ട് വേറെ തന്നെ വുജൂദുണ്ട്. അതേ സമയത്ത് രണ്ടും ഒന്നാണെന്ന് അറിയണമല്ലോ, അത് ഖാരിജ വുജൂദിലാണ്. അപ്പൊ തർക്ക വിഷയമല്ല യഥാർത്ഥത്തില്. പോട്ടെ. രണ്ടാമത്തെ അർത്ഥം ഹിയ, ഇത് ഈ വുജൂദ് എന്ന് പറയുന്ന സിഫത്ത് അൽ ഹാലുൽ വാജിബത്തു ലിസ്സാത്തി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിന് വുജൂബായ ഒരു ഹാലാണ്. ഹാല് ഉണ്ട് എന്ന് വെച്ചിട്ട് എപ്പോ മാദാമത്തിദ്ദാത്തു ഗൈറ മുഅല്ലലത്തിൻ ബിഇല്ല, ഈ ദാത്ത് ഒരു ഇല്ലത്തിന്റെ മുഅല്ലലല്ലാതിരിക്കുന്ന കാലത്തോളം വാജിബ് ആയ ദാത്തിന് വാജിബായ ഒരു ഹാലാണ് വുജൂദ് എന്ന് പറയുന്നത്. നേരെ ഖാരിജിയായ വുജൂദുകൾ നോക്കിയിട്ടല്ല, ദീനിയായ വുജൂദുകൾ നോക്കി. അത് ഏതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഹാല് വാജിബത്തിൽ ദാത്ത് പറഞ്ഞ് കൽ വുജൂദി, വുജൂദ് എന്ന സിഫത്ത് പോലെ. അപ്പൊ അള്ളാഹിനെ മാത്രമല്ല പറയുന്നത്, വുജൂദ് എന്ന സിഫത്ത്. തഹയ്യുസ്, ഒരു മക്കാനെ സ്വീകരിക്കുക എന്ന് പറയുന്നത്. ജിർമി, ഒരു ജിർമായിട്ടുണ്ടോ? ജോഹറും അറുതും കൂടി മുറക്കമായിട്ടുണ്ടാവുന്ന ഒരു ജിർമ്. ഈ ജിർമാണോ അതിൻ്റെ ഹയ്യിസ് ദറൂറത്ത. എപ്പോൾ ജിർമ് ഖാരിജിൽ മൗജൂദാവുന്നോ അപ്പോൾ അതിനൊരു ഹയ്യിസ് വേണം, അത് നിലനിൽക്കാനൊരു സ്ഥലം വേണം. അതിന് വുജൂദ് എന്നൊരു സിഫത്തും വേണം, എന്നാലേ ഖാരിജിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ജിർമ് എന്നതിൻ്റെ ഹാലാണ് വുജൂദ് എന്നതും തഹയ്യുസ് എന്നതും. മറ്റൊന്ന് വഖൗനിൽ ജൗഹരി ജൗഹറൻ, ഒരു വസ്തു ഒരു ജൗഹറാവുന്ന വസ്തു. ജൗഹർ നമ്മൾ പറഞ്ഞല്ലോ, അർന്ന് ജൗഹറും സ്വന്തം നിലക്കുന്ന വസ്തു. ഒരു ജൗഹർ ജൗഹറാണെങ്കിൽ അതിന് വുജൂദും വേണം, തഹയ്യുസും വേണം. വശൈഉ ശൈഅൻ, ഒരു വസ്തു വസ്തുവാവണമെങ്കിൽ അതിന് വുജൂദ് വേണം, ഹയ്യിസ് വേണം. എന്നതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്ത്, ആ ദാത്തിന് ഹയ്യിസ് വേണ്ട. കാരണം അള്ളാഹു തആല എന്തല്ല, ജൗഹറും അല്ല, അർളും അല്ല, ജിർമും അല്ല. അതുകൊണ്ട് ഹയ്യിസ് വേണ്ട. പക്ഷേ വുജൂദ് എന്ന ഹാല് വേണം. എപ്പോൾ ദാത്തിനെ തസവ്വുറാക്കുന്നോ അതിന് വുജൂദ് ദറൂറത്ത. ഫഹാദാ തഅരീഫുൻ ലിന്നഫ്സിയ്യത്തി മുത്ലഖൻ. ഇത് അൽ ഹാലുൽ വാജിബത്തു ലിസ്സാത്തി മാദാമത്തിദ്ദാത്തു ഗൈറ മുഅല്ലലത്തിൻ ബിഇല്ലാ എന്ന് പറഞ്ഞ ഈ തഅരീഫ് അള്ളാഹുവിന്റെ നഫ്സിയ്യ എന്നോ പടപ്പുകളെ നഫ്സിയ്യ എന്നോ ഇല്ല. അതുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞോടത്ത് ജൗഹർ ജൗഹറാകാന്, ഷെയ് ആകാന്, ജിർമത്തിന് ജിർമാകാന് തഹയ്യുസും വുജൂദും വുജൂബാണ് എന്ന് പറഞ്ഞത്. അപ്പൊ നഫ്സിയായത് ഈ ഹാല് അള്ളാഹിന്റെ വാജിബായ സിഫത്തിനും ഉണ്ട്, മുംകിനാത്തിന്റെ സിഫത്തിനും വസ്തുക്കൾക്കും ഉണ്ട്. എന്നാ ഖൗലുഹു ഫി തഅരീഫ് സാനി അൽ ഹാലുൽ വാജിബത്തു ലിസ്സാത്തി മാദാമത്ത് ദാത്തു ഗൈറ മുഅല്ലലത്തിൻ ബിഇല്ലാ എന്ന് പറഞ്ഞ തഅരീഫില് ഗൈറ മുഅല്ലല എന്ന് പറഞ്ഞത് ബിൻ നസ്ബി തർക്കീബും മൻസൂബായിട്ട് അലാ അന്നഹു ഹാലും മിനൽ ഹാലി. ഏത് ഹിയ അൽ ഹാലു പറഞ്ഞില്ലേ, ഹിയ അൽ ഹാലു എങ്ങനത്തെ ആ ഹാല് തന്നെ ഗൈറ മുഅല്ലല, ഇല്ലത്താക്കപ്പെടാത്ത നിലക്ക്. ഒന്നിരിക്കൽ അൽഹാലിൽ നിന്നിട്ടാണ് ഗൈറ മുഅല്ലല ഹാല് വന്നത്. ഔ മിനൽ ളമീരി ഫി വാജിബ ഹിയ അൽ ഹാലുൽ വാജിബത്തു, അൽ വാജിബത്തു എന്ന അതിൽ ഉള്ള ഫായില് വസനാണല്ലോ, അതിലുള്ള ളമീറിൽ നിന്നിട്ട് ഹാലാണ്. ഹാൽ ഏതായാലും ഹാലാണ്. വഹ്തറസ ബിഹി, അൽ ഹാലുൽ വാജിബത്തു എന്നതിന് ഗൈറ മുഅല്ലലത്തിൻ ബിഇല്ലാ എന്ന് പ്രത്യേകം ഹാല് പറയുന്നത് കൊണ്ട് ഇത്റാസ് ചെയ്തത് മിനൽ ഹാലിൽ മാനവിയത്തി, മാനവിയായ ഹാലുകൾ എന്ന് പറഞ്ഞാൽ ഖുദ്റത്ത് മുതൽക്ക് കലാമ് വരെയുള്ള മാനിയായ സിഫത്തുകൾക്ക് ലാസിമാവുന്ന ഹാലാണ് ഖാദിർ, മുരീദ്, ആലിമ്, ഹയ്യ്, സമീഅ്, ബസീർ, മുതകല്ലിം. അവിടേക്ക് എങ്ങനെയുള്ളത്? ഖുദ്റത്ത് ഉള്ളത് കൊണ്ട് ഖാദിറാണ്, ഇറാദത്തുള്ളത് കൊണ്ട് മുരീദാണ്, കലാം ഉള്ളത് കൊണ്ട് മുതകല്ലിമാണ്. അതുപോലെയല്ല ഇത്.
അതാണ് ഓരോ മാലത്തിന്റെ ഇല്ല എന്ന് പ്രത്യേകം പറയാൻ കാരണം. അതാണ് കഖൗനി ദാത്തി ഹാല് മാനവിയായ ഹാലുകാരന് കഖൗനി ദാത്തി ആലിമ ഔ ഖാദിറ ഔ മുരീദ എന്ന് പറഞ്ഞാൽ കുതിരത്ത് മുതൽക്ക് കലാമ് വരെയുള്ള 7 മാനിയാശക്തികൾ. ആ മാനിയാശക്തിന് ലാജ്യമായിട്ട് വരുന്ന മാനവീയാശക്തി ഇതല്ല എന്നർത്ഥം. ഫൈനഹ ഈ മാനവീയാശക്തികള് മുഅല്ലലത്തുൻ അത് മുഅല്ലലാണ് ഖിയാമിൽ ഇൽമി വൽ ഖുദ്റത്തി വൽ ഇറാദത്തി ബിദാത്തി. അല്ലാഹുവിന്റെ ദാത്തിൽ ഇൽമ് ഖായിമാവുന്നത് കൊണ്ട് ആലിമാണ്, ഖുദ്റത്ത് ഖായിമാവുന്നത് കൊണ്ട് ഖാദിറാണ്, ഇറാദത്ത് ഖായിമാവുന്നത് കൊണ്ടിട്ട് മുരീദാണ്. ആണോ മുഅല്ലലത്തും ബില്ലാഹിയാണ് അത്. അതേ സമയത്ത് ഇതങ്ങനെയല്ല, ഗൈറ മുഅല്ലലത്തും ബില്ലയാണ്. വജഅലുൽ വുജൂദി സിഫത്തൻ നഫ്സിയത്തൻ ഈ വുജൂദ് എന്ന സിഫത്തിനെ നഫ്സിയായ സിഫത്താക്കിയത് ഇന്നമാ യസിഹു അത് സഹിയാകുക എന്തുൽ അഹ്വാൽ ഹാലുണ്ട് എന്ന് പറയുന്ന അതാണ് ജുംഹൂറും അഭിപ്രായക്കാരാണ്. പക്ഷേ മുഹഖിഖീങ്ങൾ അതല്ല എന്നാ പറയുന്ന മൂപ്പരൊന്നും പൈലല്ല, ഹാലില്ല എന്നാ മൂപ്പര് പറഞ്ഞു. ഒന്നിരിക്കൽ വുജൂദ് അല്ലെങ്കിൽ അതും അതിന്റെ ഇടയ്ക്കൊരു ഹാല് നടത്തിട്ടില്ല എന്നുള്ള അഭിപ്രായം മൂപ്പർക്ക്. ഫയകൂന സിഫത്തൻ സായിദത്തൻ അല ദാത്തി അങ്ങനെ വന്നാൽ ഇത് അത് ഹാലുണ്ട് എന്ന് വന്നാൽ ഈ വുജൂദ് എന്നത് ദാത്തിനേക്കാൾ സായിദായ സിഫത്താണെന്ന് വരും. എന്നാൽ ഗൈറ മൗജൂദത്തുൻ ഫീ നഫ്സിഹ സ്വന്തം ഖാരിജിൽ ഫീ നഫ്സിൽ മൗജൂദ് അല്ലതാനും എന്നാ വല മഅദൂമത്ത് അതന്നെ ഹാല് പറയുന്നത്. ഖാരിജിൽ ഫീ നഫ്സിൽ മൗജൂദും അല്ല, ഫീ നഫ്സിൽ മഅദൂമും അല്ല, അതാണ് ഹാല് പറയുന്നത്. ഇങ്ങനെ വുജൂദ് മഹദിന്റെയും അദമ് മഹദിന്റെയും ഇടയിൽ ഹാല് സുബൂത്താക്കാത്ത ആളുകൾ ഓല് പറയാൻ അസ്ലൻ അത് അടിസ്ഥാനപരമായിട്ട് സിഫത്തല്ല വുജൂദ് എന്ന് പറഞ്ഞത്. പിന്നെന്താണ് ഐനുദാത്തിൽ മൗജൂദ് ഈ മൗജൂദായ വസ്തുവിന്റെ ഐനുദാത്ത് തന്നെ വുജൂദ് എന്ന് പറയുന്നത്, അല്ലാതൊരു സിഫത്തല്ല തമാമറ. അപ്പൊ പിന്നെ ഞങ്ങളെ എണ്ണിയെന്ന് ചോദിക്കും. നിങ്ങൾ മൂല്യാരെ ഈ കിതാബ് അഖീദന്റെ കിതാബിനെ എടുത്തു വന്നത് അലാ മദ്ഹബിൽ അശ്അരി ഇമാം അശ്അരിന്റെ മദ്ഹബ് അനുസരിച്ചല്ലേ? എങ്ങനത്തെ ഇമാം അശ്അരിന്റെ മദ്ഹബ്? അൽ ഖായിലി ബിനഫിൽ അഹ്വാൽ ഹാല് ഇല്ല എന്ന് പറയുന്ന ആണല്ലോ അശ്അരി ഇമാമിന്റെ അഭിപ്രായം. അയിമലല്ലേ കിതാബ് വരുന്നത്? എങ്കിൽ ഫൽ വജ്ഹു ഹദ്ഫുൽ വുജൂദ് വുജൂദ് എന്ന് പറഞ്ഞ സിഫത്തിനെ ഒഴിവാക്കിയല്ലേ വേണ്ടത്? വുജൂദ് ഇപ്പൊ ഹാലാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഹാലില്ല എന്ന് പറയുമ്പോ വുജൂദ് എണ്ണാതൊക്കെയല്ലേ വേണ്ടത് എന്നൊരു ചോദ്യം. പിന്നെ അങ്ങനെ വരുമ്പോ വലാ ഹാജത്തയിലർത്തിക്കാബിത്ത സാമി ഇവിടെ മജാസ് ഉപയോഗിക്കേണ്ടൊന്നും ആവശ്യമില്ലല്ലോ, അത് പറയാതെന്നാ പോരെ എന്നൊരു ചോദ്യം. കൊടുത്തു ലമ്മാക്കാന മാരിഫത്തുൽ വുജൂദ് വുജൂദ് എന്ന സിഫത്തിന്റെ അറിയൽ യഹ്താജുലഹ ആ മാരിഫത്ത് എന്തിനു വേണം? അല്ലാഹു തആലാനെ അറിയണമെങ്കിൽ അഖീദയിൽ കൂടാതെ കഴിയാത്ത. എന്തിനാണത് ഈ വുജൂദിന്റെ മാരിഫത്ത് വേണ്ടി വരുന്നത്? ലിയംബനി അലൈഹ ഗൈറുഹാ മിന സിഫാത്തി ആ വുജൂദുമ്മൽ എടുത്തിട്ടേ ബാക്കി സിഫത്ത് എണ്ണാൻ കഴിയുള്ളൂ. അപ്പൊ ആദ്യം വുജൂദ് മനസ്സിലാക്കണം, എന്നിട്ടേ ബാക്കി സിഫത്തുകൾ എണ്ണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത് പറഞ്ഞതാണ്. അതുകൊണ്ട് എഴുത്തുപുറത്തിൽ വസ്ഫു ളാഹിരിയു ളാഹിരിയായ വസ്ഫു ഖൗലിന ദാത്തുല്ലാഹി മൗജൂദ എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ദാത്ത് വേറെ മൗജൂദ വേറെ വുജൂദ് വേറെ രണ്ടായിട്ട് വന്നില്ലേ? ആ നിലക്കൊരു മുസാമഹത്തിന് എണ്ണലാണ്. തസമ്മുഹ അങ്ങനെ മജാസി ആയിരിക്കുന്ന ഒരു പ്രയോഗം ഞാൻ ഉപയോഗിച്ചു. അല അന്ന തഹ്ഖീഖ വസ്തുത പറഞ്ഞ അന്ന ഷെയ്ഖ അബ്ദുൽ ഹസൻ അശ്ശരി തങ്ങള് വലൗ നഫൽ അഹ്വാല ഹാലെന്നൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അത് നഫ്സുൽ-അമറിലില്ല എന്നാ പറയുന്നുള്ളൂ. ലാ യൻഫി ഷെയ്ഖ് നിഷേധിക്കുന്നില്ല അൽ ഇഅ്തിബാറാത്ത് ഇഅ്തിബാരിയായ ഹാലുകളെ ഹഖീഖി അല്ല എന്നുള്ളൂ, ഇഅ്തിബാരിയാത്തിനെ നിഷേധിക്കുന്നില്ല. എന്തുകൊണ്ട്? ലിളുഹൂരി സിയാദത്തിഹാ ദിഹ്നൻ ഇഅ്തിബാറാത്തുകൾ ദിഹ്നിൽ ബാഹിറാണ് എന്ന് പറഞ്ഞാൽ ഖാരിജിൽ വുജൂദ് ഒന്ന് വേറെ ദാത്തൊന്ന് വേറെ ഇല്ലെങ്കിൽ ദിഹ്നിന്റെ ഇഅ്തിബാറിൽ അത് ഉണ്ട്, രണ്ടുണ്ട്. അതുകൊണ്ട് പറ്റ നിഷേധിച്ചിട്ടില്ല. വൈലം യകുല്ലഹാ സുബൂത്തുൻ ഖാരിജൻ ഖാരിജിൽ വുജൂദ് എന്ന് പറഞ്ഞിട്ടൊന്നും സുബൂത്ത് ഉണ്ടാവില്ല, പക്ഷെ ദീനിലുണ്ടല്ലോ എന്നല്ല. ബൽ ഖാലൽ അല്ലാമത്തു തർത്താസാനി ഇമാം തർത്താസാനി തങ്ങൾ പറയുന്നുണ്ട് ലാ ഖിലാഫ അന്നൽ വുജൂദ സായിദുൻ ദിഹ്നൻ. റാസി ഇമാമൊക്കെ പറഞ്ഞേക്ക്
ദിഹിനിൽ ഇതാണ് നഫ്സ് ദാത്ത് വേറെ വുജൂദ് വേറെയാണ് ദിഹിനിൽ. ബിമാന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അന്നലിൽ അഖലി, അഖലിന് സാധിക്കും അൻയുലാഹിൽ മാഹിയത്ത, മാഹിയത്തിനെ മാത്രം അഖൽ കൊണ്ടിട്ട് മുലാഹള ചെയ്യാം. ബിദൂനിൽ വുജൂദി, വുജൂദില്ലാതെ. വബിൽ അക്സി അന്ന വുജൂദിന് സ്വന്തം മുലാഹള ചെയ്യാം ബിദൂനിൽ മാഹിയത്തി, മാഹിയത്തില്ലാതെ. എന്നല്ലവന് താക്കലുൽ മാഹിയത്ത, ചിലപ്പം ചില മാഹിയത്ത് നമ്മൾക്ക് ബോധ്യപ്പെടും. വനഷക്കുഫി വുജൂദ്, ആ മാഹിയത്ത് ഉണ്ടോ ഇല്ലേ എന്ന് ശക്ക് വരുന്നത്. അപ്പൊ മാഹിയത്തിന് ദീനിൽ വേറെ വുജൂദുണ്ട്, വുജൂദിന് വേറെ വുജൂദുണ്ട്. അപ്പൊ ദീനി ആയത്തിബാർ വെച്ചാൽ രണ്ടും ഉണ്ട്. ഖാരിജി ആയത്തിബാറിൽ വുജൂദ് എന്നത് നഫ്സുദാത്താണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.